ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ദമാമിലെ ദാഹിയ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല. കുറച്ച് ആളുകൾ നമ്മുടെ ചാനലിൽ ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദമാമിൽ എയർപോർട്ട് റോഡിൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ പുതിയ മയ്യത്തുങ്കാരൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു പെട്രോൾ പമ്പിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് ഫുള്ളായിട്ട് കണ്ടാലാണ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എടുത്ത വോയിസ് മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അങ്ങനെ ഷോപ്പിൻ്റെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇടതുവശം വലതുവശത്തായിട്ട് കുറേ കടകളുണ്ട്, ഹോട്ടലുണ്ട്, ബൂഫിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ അകത്ത് കയറുകയാണ്. അങ്ങനെ കൗണ്ടറിലുള്ള സഹോദരൻ്റെ അടുത്ത് നിന്ന് പെർമിഷനൊക്കെ വാങ്ങി നമ്മൾ നേരെ കടൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തും വലതുവശത്തായിട്ട് 2 ക്യാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ നേരെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നത് ചോക്ലേറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇടതുവശത്തും വലതുവശത്തും ചോക്ലേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ഒരു രക്ഷയില്ല. വളരെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ മറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ പല സാധനങ്ങളും പല സ്ഥലത്തൊക്കെ ആയിട്ടായിരിക്കും അടുക്കി വെച്ചിട്ടുണ്ടാവുക. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ വെറൈറ്റിയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വല്ലാണ്ട് ഈ കടയിൽ ഇഷ്ടപ്പെട്ടു. ഈ കടലിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ സഞ്ചരിച്ചപ്പോൾ എല്ലാ ഏരിയയും ഇതുപോലെ തന്നെയാണ് അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീനിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് അടുത്ത് കണ്ടു. ഗാലക്സി, കിറ്റ്കാറ്റ് പോലുള്ള എല്ലാ ബ്രാൻഡും, ഒട്ടുമിക്ക ബ്രാൻഡും ചോക്ലേറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ നന്നായിട്ട് തന്നെ കണ്ടു. റൈറ്റും ലെഫ്റ്റും അവർ ചോക്ലേറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്യാഷ് കൗണ്ടറിൻ്റെ നേരെ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടുന്ന് നേരെ നമ്മൾ മുന്നോട്ട് കടന്നപ്പോൾ നീളത്തിനുള്ള ഒരു തല്ലാജിയാണ് കാണുന്നത്. ഒരു ഫ്രിഡ്ജ്, ഒരു കൂളറാണ് കാണുന്നത്. അതിൽ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്, അതുപോലെ ഫ്രഷ് ജ്യൂസ് ഉണ്ട്, പാലുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഇവിടെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പെപ്സിയും കോളയൊക്കെയാണ്. അവിടുന്ന് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫ്രഷ് ജ്യൂസാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ കമ്പനിയുടെയും സാധനങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ജ്യൂസുകളാണ്. ലോങ് ലൈഫും ഉണ്ട്, ഫ്രഷ് ജ്യൂസും ഉണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് മുന്നിൽ വന്ന അൽമറായിൻ്റെ തല്ലാജിയാണ് ഫസ്റ്റ് കാണുന്നത്. ആ അൽമറായിൻ്റെ ഫ്രിഡ്ജിൽ വന്നിട്ട് പാല്, തൈര്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും, പാല് കൊണ്ടുള്ള പല വെറൈറ്റി, ജുബുന്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് കിടക്കുമ്പോൾ നമുക്കിവിടെ ക്രീം കാണാൻ പറ്റും. അതിൻ്റെതായ ഫ്രഷ് ജ്യൂസ് കാണാൻ പറ്റും. അൽമറായിൻ്റെ പല വെറൈറ്റീസ് ജ്യൂസുകൾ കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ വേറെ ഒരു കമ്പനീൻ്റെ തല്ലാജയാണ്. അതിലും ഇതുപോലെ തന്നെ പാലും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അവിടുന്ന് നേരെ മുന്നോട്ട് പോയി നേരെ ചെന്നത് പച്ചക്കറീൻ്റെ സെക്ഷനിലേക്കാണ്. പച്ചക്കറി ആൻഡ് ഫ്രൂട്ട് അതിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ സാധനങ്ങളും കറക്റ്റ് ലാമിനേറ്റ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ അവിടെ ആരോ കോഴിമുട്ട ചോദിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തക്കാളീൻ്റെ സെക്ഷനാണിത്. തക്കാളി ഈ സീസണിൽ കുറച്ച് വില കൂടുതലാണ്. ഇവിടെ സൗദിയിൽ 38-40 റിയാലോളം വരുന്നുണ്ട് ഒരു ചെറിയ കാർട്ടൂണ്, 4 കിലോൻ്റെ കാർട്ടൂണ്. അങ്ങനെ പച്ചക്കറീൻ്റെ സെക്ഷൻ നന്നായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഓഡിയോ അതിലുണ്ടായിരുന്നു. എനിക്ക് ഓഡിയോ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇളനീനാണ് കേട്ടോ. ഇത് കേരളത്തിൽ നിന്ന് ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ കയറ്റി വിടുന്നുണ്ടോ എന്നറിയില്ല. ഇത് തായ്ലൻഡിൻ്റെയാണ് ഈ സാധനം. ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന ഇളനീനാണ്. അതുപോലെ ശ്രീലങ്കയിൽ നിന്നും ഇളനീൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ മുന്നോട്ട് പോയി അവിടെയൊക്കെ നമ്മളെ പുളിയുണ്ട് കണ്ട. നമ്മളെ തമർ ഹിന്ദ് എന്ന് പറയും അറബിയിൽ. പുളിയാണിത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്, പച്ചമുളക് വെച്ചിട്ടുണ്ട്. അങ്ങനെ
പല പല വെറൈറ്റി സാധനങ്ങളും ഫ്രൂട്ടിലുണ്ട്. അതുപോലെ മാങ്ങ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം മാങ്ങ എല്ലാ സീസണിലും മാങ്ങ കിട്ടുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. പല രാജ്യത്തു നിന്നും മാങ്ങ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ മാങ്ങയ്ക്ക് ഒരു പഞ്ഞമില്ലാത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അവക്കാഡോയാണ്, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, അതാണിത്. അവക്കാഡോ ഉണ്ട്, അങ്ങനെ എല്ലാവിധ ഫ്രൂട്ടും ഉണ്ട്. അവിടുന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പഴം, അതുപോലെ പഴത്തിൻ്റെ നേരെ വെളുത്തുള്ളിയാണ്, ഇഞ്ചി, അതുപോലെ ഉള്ളിയുണ്ട്, മത്തനുണ്ട്, അതുപോലെ ട്രയൽ സെറ്റ് ചെയ്ത് വെച്ച പഴമുണ്ട്, അങ്ങനെ ചിരങ്ങയുണ്ട്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. صور فيديو انت محل اليوم ما شاء الله ترتيب 100 100 ايه انتم 100 100 ايه انا كلام الحين فيديو داخل ترتيب مظبوط 100 100 انا ما اشوف كذا سوبر ماركت ثاني كل واحد موجود هنا واحد موجود مكان ثاني ايه كم سنة هذا مفتوح؟ هذا واحد سنة ايه ഒരു വർഷമായി തുടങ്ങിയിട്ട്. انتم من وين؟ يمن ولا؟ يماني ايه يماني. അങ്ങനെ നമ്മൾ ആദ്യം കൗണ്ടറിൽ നിന്ന് കണ്ട സഹോദരനെ, ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്, യമൻ എന്നുള്ളതാണ്. സുഹൃത്തിനെയൊക്കെ കണ്ട് സംസാരിച്ച് അവിടുന്ന് നമ്മൾ പിന്നെയും വീഡിയോ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുബൂസ്, ബ്രെഡ് ഐറ്റം സാധനങ്ങളൊക്കെ വെച്ച സാമൂലി, സാൻഡ്വിച്ചിൻ്റെ ആ ബ്രെഡ് ഐറ്റം സാധനങ്ങളൊക്കെ വെച്ച ആ സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുറേ ഐറ്റം സാൻഡ്വിച്ച് ഐറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. പല പല കമ്പനീൻ്റെ പല പല ബ്രാൻഡ്. ഏറ്റവും അടിയിൽ കാണുന്നത് ബ്രെഡാണ്. അതുപോലെ തന്നെ നേരെ മുന്നിൽ വന്ന കുബൂസാണ്. ഇത് സുൽത്താൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കുബൂസാണത്. ആദ്യമൊക്കെ നല്ല ഫേമസ് ആണെങ്കിലും ഇപ്പോൾ ഇതിലേറെ ഫേമസ് യഹിയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇൻ്റർവ്യൂവിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പല ഏരിയയിലും ഈ യഹിയ കിട്ടാത്ത ഏരിയ ഉണ്ടാകും, അവിടെ ചിലപ്പം സുൽത്താനൊക്കെ ആയിരിക്കും. എന്തായാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് യഹിയാണ്. അപ്പോൾ ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ്. എപ്പോൾ നമ്മൾ ഒരു റിയാൽ എടുത്ത് ചെന്നാലും വാങ്ങാൻ കിട്ടുന്നൊരു സാധനം കൂടിയാണ്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബുറ്. ഇപ്പോൾ ഗോതമ്പിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ആ കളറ് അതാണ് ഗോതമ്പ്. ഫസ്റ്റ് കാണിച്ചത് വൈറ്റാണ്. അപ്പോൾ ഇതാണ് കുബൂസിൻ്റെ സെക്ഷന്. അവിടെ നേരെ നമ്മൾ മുന്നോട്ട് നടന്നു. നേരെ കാണുന്നത് മക്രോണി ഐറ്റം, പാസ്ത ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഡിയോ അതിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഒരു ബാസ് കൂടിയൊരു സൗണ്ടാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഇത് നമ്മുടെ സിറപ്പില്ലേ, നമ്മളെ എന്താ പറയുക, കേക്കിലൊക്കെ ഒഴിക്കുന്ന സിറപ്പായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പോപ്കോണാണ്, കോൺഫ്ലവർ പൊടി, ഉപ്പാണ് ഈ കാണുന്നത്. ഉപ്പ് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഏറ്റവും മുകളിലാണ് പാൽപ്പൊടിയാണ് കേട്ടോ, ആങ്കറിനൊക്കെ പാൽപ്പൊടി. പിന്നെ എല്ലാവർക്കും അറിയാം, നാട്ടിലൊക്കെ വരുമ്പോൾ പലരും ഇവിടുന്ന് കൊണ്ടുവരുന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നീഡോൻ്റെ പാൽപ്പൊടിയാണ്, നീഡോൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാൽപ്പൊടിൻ്റെ ഓഫർ ഇട്ടായിട്ടൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ താഴെ തന്നെ ടാങ്ക് ഇരിക്കുന്നുണ്ട്, നമ്മൾ വെള്ളം കലക്കുന്ന ടാങ്ക് ഇരിക്കുന്നുണ്ട്. അവിടെ നേരെ നമ്മൾ മുന്നോട്ട് പോയി ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ എണ്ണകളാണ് ഇരിക്കുന്നത്. പല പല കമ്പനികളുടെ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതുപോലെ ഗീയാണിത്. ഇതൊക്കെ നെയ്യാണ് കേട്ടോ, പ്യൂർ നെയ്യാണ് ഇതൊക്കെ. ഇത് നമ്മുടെ സ്വന്തം മിൽമയുടെ നെയ്യാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന ആ ജെയ്ത്തെണ്ണയാണിത്. ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ജെയ്ത്തൂൻ്റെ എണ്ണ കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ ഒരു കമ്പനീൻ്റെ എണ്ണയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകാറ്. ഇതൊക്കെ ജെയ്ത്താണ്, ഇതൊക്കെ ജെയ്ത്തൂനാണ് ഈ കുപ്പിയിലൊക്കെ കാണുന്നതൊക്കെ. ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഈ അൽവസീർ എന്ന് പറഞ്ഞ കമ്പനി. ഇതാണ് ഇവിടെ എൻ്റെ ബോസിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം, അതാണത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് അരിയാണ്, അരിൻ്റെ സെക്ഷനാണ് ഏറ്റവും അടിയിൽ കാണുന്നത്. ഈ കാണുന്നതൊക്കെ അരിയാണ്. ഒക്കെ ചെറിയ പാക്കറ്റ്, വലിയ പാക്കറ്റ്, 10 കിലോൻ്റെ ഒക്കെ ആയിട്ട് ബസ്മതി റൈസ്, അതുപോലെ പല പല വെറൈറ്റി റൈസാണ് കാണുന്നത്. പിന്നെ മുകളിൽ കാണുന്നത് കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് മുകളിൽ കാണുന്നത്. അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വന്തം അരി ഇതാണ്ടോ, ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന അരി. മലയാളികൾ ഉപയോഗിക്കുന്ന അരിയാണിത്. നമ്മുടെ നാട്ടിൽ അതേ റൈസാണ്, സെയിം റൈസ്, വൈറ്റ് റൈസ് അതിൻ്റെ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ മൊത്തം മസാലപ്പൊടികളാണ്, പല പല കമ്പനികളുടെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഓട്സാണ്. പിന്നെ ഇത് ബ്രോസ്റ്റ് പൊടിയാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത്. ഇതൊക്കെ ബ്രോസ്റ്റ് പൊടിയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ മല്ലി, മുളക് മസാലകളാണ് ഇവിടെ കാണുന്നത്. അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ വിജയിൻ്റെ മസാലപ്പൊടി ഉണ്ട്. അതിൻ്റെ തൊട്ടന്നെ ജയ് മസാലയുണ്ട്. വിജയും ജയ്യും
അവർ എന്തോ ഒരു ഇതിൽ പിരിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് പേര് മാറ്റിയതാണെങ്കിലും രണ്ട് കൂട്ടരും ഇപ്പോൾ മസാലപ്പൊടികൾ ഇറക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, വിജയിൻ്റെ മസാലപ്പൊടി. ജയ് എന്നുള്ള പേരിൽ പുതിയതായിട്ട് വന്നില്ലേ, അതും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ് അവിടെ അത് കൂടുതൽ നേരം ആ മസാലപ്പൊടിനെ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ മസാലപ്പൊടി തന്നെയാണ്, പല പല ബ്രാൻഡിൻ്റെ മസാലകളാണ് കാണുന്നത്. അവിടെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈത്തപ്പഴമാണ്. പാക്കറ്റിൽ വരുന്ന ഈത്തപ്പഴത്തിൻ്റെ സെക്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ നേരെ റൈറ്റ് സൈഡിൽ കോഫിയാണ്, കോഫീൻ്റെ സെക്ഷനാണ്. പല പല ബ്രാൻഡ് കോഫി പൗഡറുകളാണ് കാണുന്നത്. അറബിക് കോഫി ഉണ്ട്, അതിൽ സാദാ കോഫി ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നേരെ മുന്നിലേക്ക് പോകുമ്പോൾ പിന്നെ ചായപ്പൊടീൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ചായപ്പൊടീൻ്റെ സെക്ഷനാണ്. ഇതൊക്കെ പല പല വെറൈറ്റി ചായപ്പൊടിയുണ്ട്. നമ്മളൊന്നും കാണാത്ത വിധത്തിലുള്ള ചായപ്പൊടിയൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പല പല വെറൈറ്റി ചായപ്പൊടികൾ. അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ വരുന്ന ചായപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ. ഈ അബുക്കബൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊടിയാണ് നമ്മൾ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന ചായപ്പൊടി കേട്ടോ. ലിപ്റ്റനും ഉണ്ട് അതിൻ്റെ തൊട്ട്, പിന്നെ റെഡ് ടേബിൾ, അങ്ങനെ പല പല വെറൈറ്റി കമ്പനീൻ്റെ ചായപ്പൊടികളാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈറ്റി ഉണ്ട്, അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരേൻ്റെ ചെറിയ കേസ്, വലിയ കേസ് 10 കിലോൻ്റെ ബാഗൊക്കെയാണ് കാണുന്നത്. ഞാൻ 10 കിലോൻ്റെ ബാഗാണ് സ്ഥിരമായിട്ട് റൂമിലേക്ക് എടുക്കൽ. അത് ഓഫർ ഉണ്ടാവും ചില നേരങ്ങളിൽ, 28 റിയാൽ 22 റിയാലിനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കിലോക്ക് 2 റിയാലൊക്കെ വെച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 5ൻ്റെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പഞ്ചസാര ചായപ്പൊടി 5 റിയാൽ സംതിങ് ഒക്കെ വരും. അപ്പോൾ ഞാൻ എപ്പോഴും 10ൻ്റെ എടുക്കൽ. അവിടെ നേരെ നമ്മൾ ദിവസത്തേക്ക് വരുമ്പോൾ അവിടെ ഫുള്ള് ഫിഷിൻ്റെ ടിന്നുകളാണ് ഈ കാണുന്നത്. ഒക്കെ ട്യൂണ വെറൈറ്റിയാണ്, പല പല കമ്പനിയുടെ ട്യൂണ വെറൈറ്റി. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പരിപ്പ്, അതുപോലെ റവ, കടല, ചെറുപയർ, അതുപോലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് വിത്തൊക്കെ ഞാൻ ഇതുപോലുള്ള ഒരു പാക്കറ്റ് ബീൻസ് വിത്തെടുത്തിട്ട് നമ്മുടെ ഗാർഡനിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മുളച്ചിട്ടുണ്ട് ബീൻസ്, പൂടൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടാവും. അത് താഴെ കാണുന്നത് മൊത്തം പരിപ്പ് ഐറ്റം സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. അവിൽ കാണുന്നുണ്ട്, അവിടെ തേങ്ങാപ്പൊടി, അതുപോലെ ഉണങ്ങിയ ചെറുനാരങ്ങ, പല പല വെറൈറ്റി സാധനം പാക്കറ്റിലുള്ള ഐറ്റാണ്. അത് ഈ കാണുന്നത് പരിപ്പാണ്, മൈസൂർ പരിപ്പ്, അതൊക്കെയാണ് അതിന്റെ തൊട്ട് മുകളിൽ ചോക്ലേറ്റ് ആയിട്ടാണ് കാണുന്നത്. ചോക്ലേറ്റ് പൗഡർ, റെഡിമെയ്ഡ് പൗഡറുകളൊക്കെയാണ്. അതുപോലെ കേക്കിന്റെ മുകളിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ക്രീമുകൾ, അതൊക്കെയാണ് കാണുന്നത്. ഇത് പിന്നെ നമ്മളെ പോപ്കോൺ ആണ്, ഫ്രഷ് പോപ്കോൺ ആണ്. ഇതൊക്കെ ഫ്രഷ് ആണ്, ടിന്നിലാക്കി വരുന്നതാണ്. അതിന്റെ മുകളിലുള്ള കുറെ കടല വെറൈറ്റികളാണ്. കടലേന്റെ തന്നെ പല പല ഐറ്റം സാധനങ്ങളൊക്കെയാണ്. ഇതിന്റെ കറക്റ്റ് ഇതിന്റെ വേറൊന്നും അറിയില്ല. ഇതൊക്കെ റെഡി ടു ഈറ്റ് ആട്ടോ. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. ഓൾറെഡി കുക്ക് ചെയ്ത് വരുന്ന സാധനമാണ്. നമുക്കത് മേടിച്ചു കൊടുത്താൽ നമ്മളൊന്നും കൂടി ചൂടാക്കി നമുക്ക് പറ്റുന്ന മസാല കയ്യിൽ ആഡ് ചെയ്യലുണ്ട്. ചില ഇവർ സൗദിയിലൊക്കെ ഡയറക്റ്റ് അത് പൊട്ടിച്ച് കുബുസും അതൊക്കെയാണ് ഈ ഒരു 2 സെക്ഷനുള്ളത്. ഇതൊക്കെ നിങ്ങൾ കണ്ടു ഓൾറെഡി. നെസ്കഫേ കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നത് ചെറിയ പാക്കറ്റ്. അവിടെ നേരെ നമ്മൾ റാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നൂഡിൽസിന്റെ സെക്ഷനാണ്. ഇൻഡോമി എന്ന് പറയും. ഇവിടെ നൂഡിൽസിന്റെ സെക്ഷനാണ് ഇവിടെ കാണുന്നത്. ഫുള്ളായിട്ട് അവിടെ നേരെ മുന്നിലേക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ സാലഡ് സോസ് ഐറ്റം, ലാസ്റ്റിലേക്ക് അതുപോലെ സോയ സോസ് കാര്യങ്ങൾ, ഹോട്ട് സോസ്, അതൊക്കെയാണ് അവിടെ. നേരെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മിൽക്കിന്റെ ജുബിൻ ഐറ്റം, ജുബിൻ ചീസ്, അതുപോലെ സാധനങ്ങൾ, പിന്നെ ഇതൊക്കെ പീനട്ട് ബട്ടർ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ തന്നെ നമുക്ക് ക്രീമുകളുണ്ട്. ക്രീം ഐറ്റം ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹണി, സാൻഡ്വിച്ച് ഐറ്റങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഹണി ഉണ്ട്, തേനാണ് കാണുന്നത്. അതുപോലെ ഒലീവ് കായ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പല വെറൈറ്റി
ഉപ്പിലിട്ട ഗ്രേപ്പിന്റെ ഇല, ഇതാണ്. പിന്നെ ഏറ്റവും അടിയിൽ കാണുന്നത് മുന്തിരിയുടെ ഇല ഗ്രേപ്പ് ലീവ്സ് ആണ്. ഇലകിച്ചിട്ടുണ്ട്. ഇവർ ഗ്രേപ്പ് ലീവ്സ് വല്ലാണ്ട് ഉപയോഗിക്കും. ജുബനൈറ്റ് അതൊക്കെ കുറേ കാണുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ജുബുകളുണ്ട്. അതിൻ്റെ പുറത്ത് കീരി ജുബിനായിട്ടാണ് ഇതാണ് ഏറ്റവും ഇവിടെ താഴെയായിട്ട് കാണുന്നത്. നമുക്കിനി അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു അടുത്ത രണ്ട് സെക്ഷനിലേക്ക് പോവാം. റാക്കിലുള്ളത്. അവിടെ നമ്മൾ നേരെ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ കുട്ടികളുടെ സ്വന്തം ലൈസ്. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഐറ്റമാണ് ഇത്, ലൈസ്. നാട്ടിലും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടികൾ കൂടുതലായിട്ട് കുറുക്കറെ കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനാണിത്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി. വളരെ വൃത്തിയായിട്ട് ഓരോ കമ്പനീൻ്റെ സാധനങ്ങളും അതാത് ട്രാക്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാക്കിൽ സോറി. അപ്പോൾ ഇതിലൊക്കെ വോയിസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമുണ്ട് നമ്മളാ മൈക്ക് നമുക്ക് പണി തന്നത്. ഇപ്പോൾ ഈ രണ്ട് സൈഡും അതുപോലെ ഇത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ വൃത്തിയായിട്ട് തന്നെ ഓരോ വെറൈറ്റിയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ആ ഇത് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഓഡിയോ പോയതുകൊണ്ടേ അത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ ആ രണ്ട് സൈഡും ഞാൻ കണ്ടു. നേരെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ബ്രിങ്കിൾസൊക്കെ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഉണ്ടല്ലോ അല്ലേ, രണ്ട് സൈഡ് ഫുള്ള് ലീസ് ഐറ്റം, അതുപോലെ അതിൻ്റെ പല പല സാലഡ് ഐറ്റം സാധനങ്ങളൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ടോയ്സ് ഐറ്റം കാര്യങ്ങളൊക്കെയാണ്, കുട്ടികളെ ബൊമ്മ കുട്ടികൾ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു റാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ കണ്ട ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിലുള്ള പാവക്കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കുറേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. അതെല്ലാം ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മൊത്തം ടോയ്സ് ആയിട്ടാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. കാറുകൾ, റിമോട്ട് കാറുകൾ, സ്പോർട്സ് കാറ്, പിന്നെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കാറുകൾ, അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. കണ്ടോ ഫുള്ളായിട്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ പിന്നെ മിഠായിൻ്റെ സെക്ഷനായി. ഇതൊക്കെ കുട്ടികൾക്കുള്ള സെക്ഷനാണ്. ഫുള്ള് മിഠായിൻ്റെ പല പല വെറൈറ്റിയാണ് ഇത് ഈ ഒരു സെക്ഷനിലുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ണാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണാടേൻ്റെ പല പല വെറൈറ്റി കണ്ണാടികൾ, പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഒറിജിനൽ ക്വാളിറ്റി അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും സാധാരണ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്. പിന്നെ കുടയുണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോഫി മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയും കോഫിയൊക്കെ കിട്ടുന്നൊരു മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ താഴെ വെച്ചിട്ട് ചായ എടുക്കാമെന്നുള്ളതിൽ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തടിച്ച് നോക്കിയാണ്. സംഭവം സൂപ്പറാണ്, അടിപൊളിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചായ റെഡിയാവും ചെയ്തു കേട്ടോ. എന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ചായ ഇതെന്താക്കാന്ന് വെച്ച് ഞാൻ, അപ്പം എൻ്റെ അടുത്ത് നീയാണ് കുടിച്ചളാ, എല്ലാം അടിച്ച് എടുത്താൽ കുടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് കുറച്ച് കുടിച്ചു, എന്നിട്ട് ബാക്കി അവിടെ തന്നെ വെച്ച് ഞാൻ. എന്നിട്ട് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ അവിടെ നിന്ന് എടുത്ത് കുടിച്ചത്. കണ്ടാ ഇത്രയേ ഉള്ളൂ. ഒരു ചായ എടുക്കാൻ വേണ്ടി 2 റിയാലാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. സിമ്പിൾ. ഇപ്പോൾ ചായയായി. എന്നിട്ട് ഞാനത് അതതിൻ്റെ മെഷീൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് വേറൊരു മൊബൈൽ ചാർജറിൻ്റെ കവറെടുത്ത് മൂടി വെച്ചിട്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ പിന്നെയും പോയിട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് നേരെ വന്നപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. പല പല വെറൈറ്റി ബിസ്ക്കറ്റുകളാണ് നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓറിയോ ബിസ്ക്കറ്റും ഉണ്ട്, അതുപോലെ പല കമ്പനിയുണ്ട്. ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റുകളുണ്ട്. ബിസ്ക്കറ്റിൻ്റെ റാക്ക് 2 എങ്ങാണ്ട് ഉണ്ട് ഇവിടെ. പല വെറൈറ്റി ബിസ്ക്കറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ സൺഫ്ലവർ സീഡാണ്. ഇവിടെ സൗദികളൊക്കെ കൂടുതലായിട്ട് കഴിക്കാനൊക്കെ ഉപയോഗിക്കും. ഇത് നട്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ അവർ ഇത് ഉപയോഗിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് ടി വി കണ്ട് ഇരിക്കുമ്പോഴൊക്കെ അത് കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ നട്ട്സാണ്. ബാജ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ നട്ട്സാണ്. ഫുള്ള് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ എല്ലാ വെറൈറ്റി നട്ട്സുണ്ട്. ഇതൊക്കെ നമ്മളെ മത്തംകുരു പോലുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കണ്ടോ, ബദാം, പിസ്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ എല്ലാ വെറൈറ്റി അവിടെ ഉണ്ട്. അവിടെ നേരെ പുറകെ വന്നപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ
ഫസ്റ്റ് കയറി വന്നപ്പോൾ കാണിച്ചെന്ന സെക്ഷനാണിത്. ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കില്ല. അവിടെ നേരെ സ്കിപ്പ് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് പോയി. ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് ഇവിടെയുള്ളത്. 2 സെക്ഷനിലായിട്ട് ബിസ്ക്കറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി കമ്പനിയുടെ ബിസ്ക്കറ്റുകളുണ്ട്. അതിൽ തന്നെ മേരി ബിസ്ക്കറ്റ് മുതൽ എല്ലാ കമ്പനിയുണ്ട്. ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റുകളുണ്ട്. ആ പേരുകളൊന്നും എടുത്ത് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പറയണം. ഞാൻ ആ വീഡിയോ എടുത്ത സമയത്തൊക്കെ ഓരോന്നായിട്ട് ഞാൻ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിരുന്നു. അത് പോയതുകൊണ്ട് ഇതിപ്പോൾ വലിയ കഷ്ടമായി. ഇതിപ്പോൾ ഞാൻ 4ാമത്തെ പ്രാവശ്യം കണ്ടാണ് ഈ വീഡിയോയിൽ ആ ഓഡിയോ പോയി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പല പല വെറൈറ്റി ബിസ്ക്കറ്റുകളാണ് കേട്ടോ. മൊത്തം ഈത്തപ്പഴമാണ് ആ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുണ്ടാവുക. നല്ല ടേസ്റ്റായിരിക്കും, സംഭവം അടിപൊളിയാണ്. അതൊക്കെയാണ് ഇവിടെയുള്ളത്. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത റാക്കിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ നമ്മൾ കുറച്ച് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫെയർ ആൻഡ് ലവ്ലി, അതുപോലെ വാസ്ലൈൻ്റെ എണ്ണ, അങ്ങനെ എയർ ഓയിൽ, പല വാട്ടിക എന്ന് പറഞ്ഞ കമ്പനീൻ്റെ എയർ ഓയിൽ, അങ്ങനെ പല പല വെറൈറ്റി കമ്പനികളുടെ എയർ ഓയിൽ ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ക്രീമുണ്ട്, പൗഡറിൻ്റെ പല വെറൈറ്റി പൗഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബോഡി ലോഷൻ ഉണ്ട് അവിടെ. അതുപോലെ എയർ ക്രീമുണ്ട്, ബേബി ഓയിലുണ്ട്, വാസ്ലൈൻ ഉണ്ട്, മൂവ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, അതൊക്കെയാണ് ആ സൈഡിലുള്ളത്. തൊട്ടിപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡ് വാഷ് സോപ്പാണ് കാണുന്നത്. ഹാൻഡ് വാഷ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാമ്പു, നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷാമ്പു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു റാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമേ തട്ടാത്ത, ഒന്നൊന്നിൻ്റെ മുകളിൽ കയറി കിടക്കാത്ത വിധത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. വളരെ വൃത്തിയായിട്ട് ഓരോ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ അതാത് സെക്ഷനിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് ഉണ്ടോ. പിന്നെ അത് ഇവിടെ കുറേ പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. കുറേ വെറൈറ്റി പേഴ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ചീട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ ചീട്ട് കളിക്കൂലേ, ആ ചീട്ടിൻ്റെ പല പല വെറൈറ്റി ചീട്ടും പെട്ടികളാണ് ഈ കാണുന്നത്. ഒക്കെ ചീട്ട് പെട്ടികളാണ്, മൊത്തം ചീട്ട് പെട്ടികളാണ്. അറബികളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇരുന്ന് റമ്മി കളിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വണ്ടി കഴുകുന്ന തുണികൾ, അതുപോലെ വണ്ടി കഴുകുന്നതുമായി ബന്ധപ്പെട്ട ഷാമ്പു കാര്യങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് അതിൻ്റെ തൊട്ടുപുറത്ത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഗോൾഗറ്റ് ആൻഡ് ക്ലോസപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രഷ് ഉണ്ട്, അങ്ങനെ പല പല കമ്പനികളുടെയും ടൂത്ത് പേസ്റ്റാണ് അവിടെ കാണുന്നത്. പിന്നെ ആ ക്യാഷ് കൗണ്ടറിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഇവിടെ കുറച്ച് ബോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, കുട്ടികൾക്ക് കളിക്കാനുള്ള ബോളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ വണ്ടീൻ്റെ അകത്ത് വെക്കുന്ന ഇതാണ് ഫ്രഷ്നർ, എയർ ഫ്രഷ്നർ, അതുപോലെ റൂമിലടിക്കുന്ന സ്പ്രേ ആണ്. അവിടെ നേരെ അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ക്ലോറക്സ്, നമ്മൾ തുണിയൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കാനും ബാത്റൂമൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കും. ക്ലോറക്സ് തുണി കഴുകാൻ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റിൽ ഉപയോഗിക്കാനുള്ള ആസിഡ് കാര്യങ്ങൾ, ടോയ്ലറ്റ് ക്ലീനറുകൾ, പിന്നെ ഗ്ലാസ് ക്ലീനർ, പിന്നെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ആഫ്റ്റർ വാഷ്, അതൊക്കെയാണ് ആ മുകളിൽ കാണുക കേട്ടോ. ഇത് നമ്മൾ ഗ്ലാസ് ക്ലീനറാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് അബായ ഷാമ്പു ആണ്, അബായ കഴുകാൻ ഉപയോഗിക്കുന്ന ഷാമ്പുവാണ് ആ മുകളിൽ കണ്ടത്. ഇത് പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡാണ്, ഫെയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പല പല വെറൈറ്റി കമ്പനികളുടെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ കാണുന്നത്. അതിൻ്റെ നേരെ അപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറിൻ്റെ പല പല കമ്പനീൻ്റെയും ടിഷ്യൂ പേപ്പറിൻ്റെ വെറൈറ്റീസുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫൈൻ എന്ന് പറഞ്ഞ കമ്പനി, നമ്മൾ ഈ ഫൈൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത്. ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും, എന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടായിരിക്കും. ക്ലീനക്സും നല്ല കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ഐറ്റാണ് നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, ഫൈൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ. ബാക്കി പല പല കമ്പനികളുടെയും സാധനമുണ്ട്. ഇത് നമ്മളെ ചെറിയ ബോക്സ് ക്ലീനക്സാണ്, വണ്ടിയിലൊക്കെ വെക്കുന്ന ആ ടൈപ്പാണത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സോപ്പ് പൊടീൻ്റെ സെക്ഷനാണ്. ടൈഡ്, അതുപോലെ ഏരിയൽ പോലുള്ള ഏതൊക്കെ കുറേ വെറൈറ്റി സോപ്പ് പൊടികൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മളെ കൂറയ്ക്കടിക്കുന്ന മരുന്നുണ്ടല്ലോ, ആ സംഭവമാണ് ആ കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളുടെ ഐറ്റം, പാമ്പേഴ്സ് ഐറ്റം ഒക്കെയാണ് ഇവിടെ ഉള്ളത്, ലേഡീസ് ഐറ്റം, അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഒക്കെ ലേഡീസ് ഐറ്റമാണ്, കണ്ടില്ലല്ലേ.
ആ ഒരു വെറൈറ്റി കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറേക്ക് നോക്കുമ്പോൾ അവിടെ ഫുൾ തുണികളാണ്. ഫുൾ സോക്സ്, നമ്മുടെ ഇന്നർ ഐറ്റം, ബനിയനുകൾ, ജെട്ടികൾ. ഈ സുഹൃത്ത് ഇപ്പോൾ ഷൊട്ടറാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ ഷൊട്ടറാണ് ഇപ്പോൾ ആ സുഹൃത്ത് മടക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലയൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാണ് ഒരു ഷർട്ട്. നല്ല അടിപൊളി മോഡൽ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരുന്നു. ഞാൻ പിടിച്ചു നോക്കി, നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരുന്നു. 40 റിയാലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ പാക്ക് ചെയ്ത് കവറിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത്. ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ആൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടോ. പിന്നെ അടിപൊളി ഷൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത് നോക്കി, 1-2 എടുത്ത് നോക്കിയാൽ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഷൂ. അതുപോലെ ചെരുപ്പുകൾ, ഹാൻഡ് മെയ്ഡ് ചെരുപ്പാണ് ഈ താഴത്തെ റാക്കിൽ കാണുന്നതൊക്കെ. പാകിസ്ഥാനികൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ നേരെ എതിർവശത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് അവിടെ ആ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ കാണുന്നത് ഗ്ലാസ്സാണ്. അതവിടെ നേരെ വരുമ്പോൾ അലൂമിനിയം ഫോയിൽ പേപ്പറാണ് നേരെ കാണുന്നത് കണ്ടോ. ഞാൻ പിന്നെയും അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കുകയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവനോട് ചോദിക്കുന്നുമുണ്ട്. അവൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഇല്ല. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് ഓഡിയോ. അവിടെ നേരെ പോകുമ്പോൾ ഫ്രോസൺ സെക്ഷനിലേക്കാണ്. അവിടെ നമുക്ക് പല വെറൈറ്റി ഫ്രോസൺ ആയിട്ട് കാണാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കീസുകളുണ്ട് അവിടെ. അതുപോലെ ചിക്കൻ പോപ്കോണ്, അതുപോലെ ചിക്കൻ്റെ പല വെറൈറ്റി, അതൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് നേരെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ പച്ചക്കറീൻ്റെ പല വെറൈറ്റി സാധനങ്ങളും ഫ്രോസൺ ഐറ്റം കിട്ടും കേട്ടോ. അത് പച്ചക്കറിയിൽ വെണ്ടക്ക ഐറ്റങ്ങളൊക്കെ, അതുപോലെ പയർ, അതുപോലെ ബീൻസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കിട്ടും. അവിടെ നേരെ പുറത്തേക്ക് വരുമ്പോൾ കുട്ടികളുടെ ഐറ്റം, നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമായ നോട്ട്ബുക്ക്, പേന, പെൻസില്, അതുപോലെ ഗമ്മ്, അങ്ങനെ പല വെറൈറ്റീസുകളും അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നേരെ അപ്പുറത്ത് ബ്രഷ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രാഷ് ബോക്സൊക്കെ കാര്യങ്ങളൊക്കെയാണ്. നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന ചകിരി ഐറ്റം, ബ്രഷ്, അതുപോലെ ആങ്കർ, ഷർട്ട് തൂക്കിയിടുന്ന ആങ്കർ ഐറ്റം, അതുപോലെ മുകളിൽ തന്നെ നമ്മൾ കിച്ചൻ്റെ കോർണറിൽ സെറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കോർണർ സെറ്റ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ക്ലിപ്പ് ഐറ്റം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വെള്ളം എടുക്കാനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളിത് ചൂടുവെള്ളമൊക്കെ പിടിക്കുന്ന ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനമാണ് അടിയിൽ കണ്ടത്. അങ്ങനെ ഉള്ള പല വെറൈറ്റി ഐറ്റം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് കത്തി ഐറ്റം, ചായരിപ്പ, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് കത്തി. ഞാൻ ഇവിടെ കത്തി ഇതിന് കുറച്ച് ദിവസം മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ കത്തിയാണ്. ഞാൻ അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്. അപ്പോൾ ഈ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഈ കത്തിയാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ച്. ചെറുത് നല്ല മൂർച്ചയുള്ള കത്തിയാണ്, സൂപ്പർ സാധനമാണ്. ഞാൻ എൻ്റെ റൂമിലൂടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണ്. അതുപോലെ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ വലിയ കത്തി, നമ്മൾ ഇറച്ചി കട്ട് ചെയ്യുന്ന, എല്ലാം കട്ട് ചെയ്യുന്ന കത്തിയാണിത്. നല്ല വെയിറ്റുള്ള സാധനമാണ്. പാകിസ്ഥാൻ്റെ, അതുപോലെ ജപ്പാൻ്റെ സാധനമൊക്കെ ഉണ്ട്, ചൈനേൻ്റെ ഉണ്ട്, പല രാജ്യത്തിൻ്റെയും കാണുന്നുണ്ട്. അതുപോലെ കത്തീൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി. പിന്നെ കത്തി മൂർച്ചയാക്കുന്ന സാധനങ്ങൾ, അതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ പാൽപാത്രം പോലുള്ള തൂക്കുപാത്രങ്ങൾ, പിന്നെ കേക്ക് ട്രേകൾ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകൾ, പല ഇത്. അതുപോലെ നമ്മൾ ബിരിയാണി ചെമ്പുകൾ, ഞങ്ങൾ ചോറ് വെക്കുന്ന ചെമ്പൊക്കെ ഇതുപോലത്തെ ചെമ്പാണ് ഇവിടെ റൂമിൽ ഉണ്ടോ. പല സൈസിൽ ഉള്ള അലുമിനിയം ചെമ്പുകളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സെറ്റുകൾ, കുക്കറുകൾ, അതുപോലെ കെറ്റിൽ, കുപ്പി ഗ്ലാസിൻ്റെ പല വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ. ഏറ്റവും അടിയിലായിട്ട് ചോറ് തിന്നുന്ന സൈസിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കോർണറിൽ പിന്നെ കറണ്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, അതുപോലെ ടൂൾസ് ഐറ്റം, കട്ടിംഗ് പ്ലെയർ, കുടിലുകൾ, അതുപോലെ ബെൽറ്റ്, ഗ്യാസ് കത്തിക്കുന്ന ഒരു ഐറ്റം, ഗ്ലാസ് ഉണ്ട് അവിടെ, കയറുകളുണ്ട്, പിന്നെ സ്ക്രൂ ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകൾ, അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ നേരെ മുന്നിൽ പോകുമ്പോൾ സൈഡിലായിട്ട് കസാരകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ അപ്പുറത്തെ കളിയിലേക്ക് പോകുമ്പോൾ കരിയാണ് ഏറ്റവും അടിയിൽ കാണുന്നത്. അവിടെ ഇതൊക്കെ കരിൻ്റെ ബാഗുകളാണ്. പിന്നെ ഏറ്റവും താഴെ കാണുന്നത് വിറകാണ് കേട്ടോ. വിറകിൻ്റെ കീസുകളാണ് ഏറ്റവും അടിയിൽ കാണുന്നത്.
അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഗ്യാസ് അടുപ്പാണ്. ഞാനൊക്കെ ഇവിടെ റൂമിൽ ഉപയോഗിക്കുന്ന പോലത്തുള്ള ഗ്യാസ് അടുപ്പുകളാണ് അടിയിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അൽഫാം ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഗ്രില്ലാണ് അവിടെ കാണുന്നത്. അതുപോലെ കരി എടുക്കാൻ വേണ്ടി ചൂട് കരി എടുക്കാനുള്ള പാത്രമാണ് ആ മൂലയിൽ കണ്ടത്. പിന്നെ ഇതൊക്കെ ഒരു ടെൻ്റ് അടിച്ചിട്ട് ക്യാമ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്, ക്യാമ്പിങ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ടെൻറ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ അതിൽ ഇടാനുള്ള കുഷ്യനുകൾ, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, തൊട്ടപ്പുറത്ത് ബ്ലാങ്കറ്റ് കാണാം നമുക്ക്. ആ ഒരു ഐറ്റമാണ് ക്യാമ്പിങ്ങിനുള്ള ഇഷ്ടം പോലെ സാധനം ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടു. എല്ലായിടത്തും കാണുന്നതിലേറെ ക്വാണ്ടിറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയാണ്, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ തൊട്ടപ്പുറത്ത് അവരുടെ ഗോഡൗണാണ്. അവിടെ പെപ്സി കാര്യങ്ങളൊക്കെ ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം അതുപോലുള്ള സാധനങ്ങൾ കണ്ടോ, പെപ്സിൻ്റെ ചെറിയ ചെറിയ വെറൈറ്റി മെറിൻഡ കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ എല്ലാ കമ്പനീൻ്റെ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗോഡൗണാണ് അതിൻ്റെ പുറത്ത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഐസ്ക്രീമിൻ്റെ തലാജാണ്, ഫ്രിഡ്ജാണ് കാണുന്നത്. ഈ ലൈനിൽ കാണുന്ന ചെറിയ ചെറിയ ഫ്രിഡ്ജുകളൊക്കെ ഐസ്ക്രീം, മൊത്തത്തിൽ ഐസ്ക്രീമിൻ്റെ ഒരു ലോകം തന്നെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റി പല പല കമ്പനീൻ്റെ ഐസ്ക്രീം. കുട്ടികളൊക്കെ കണ്ട് കയറിയാണല്ലോ ഇഷ്ടം പോലെ വാരി കൊണ്ടുപോവുക, അത്രയും സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയാം. എത്രത്തോളം ആളുകൾ ഫുള്ളായിട്ട് കാണും എന്നുള്ളതും എനിക്ക് അറിയില്ല. കുറേ ആളുകൾ ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതിന് ഞാൻ വീണ്ടും ഫ്രണ്ടിൽ തന്നെ കൗണ്ടറിലെത്തി കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ മേഡം വർക്ക് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഞാനിവിടെ വരും, ഇവിടെ വന്ന് സാധനമൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട്, ഇവരോട് സംസാരിച്ച് നിൽക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് എൻ്റെ ചായ എടുത്തു കേട്ടോ. ചായ എടുത്ത് ഞാനത് കുടിക്കുകയാണ്. അതിൻ്റെ പുറത്ത് തന്നെ ക്യാരംസിൻ്റെ ഐറ്റമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരം ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് കൗണ്ടറിൽ വന്നിട്ട് ഞാൻ ഈ ചായൻ്റെ പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അവർ മേടിക്കില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു സുഹൃത്ത്. അതെ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ ഞാൻ ചായൻ്റെ പൈസ എടുക്കുന്ന പറഞ്ഞപ്പോൾ പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൈയൊക്കെ തന്ന് അവിടെ നിന്ന് പിരിയാണ്, അവനോട് സംസാരിച്ചിട്ട് പിരിയാണ്. അങ്ങനെ അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിനെ പുറത്ത് കണ്ടത്. ഞാൻ 10-13 വർഷം മുന്നേ കണ്ടു പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ അവനെ കണ്ടു, അവനോട് സംസാരിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവനോട് സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് ഞാൻ വീണ്ടും അവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ ഇതാണ് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും കടൻ്റെ ഉള്ളിൽ കയറി ചെന്ന് അവരോട് സലാം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സുഹൃത്തിനെ കൂടി വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോൾ ആൾ വീഡിയോ എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ കാണിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒരു കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.